ഞങ്ങളുടെ ഒരു കുഞ്ഞു ദിവസം കണ്ടാലോ. ആക്ച്വലി ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടൽ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ദിവസം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആഗ്നസ് തിരിച്ച് മുംബൈയിൽ പോകുന്നതിന് മുമ്പ് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. ആഗ്നസിന് ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ ചാനലിൽ കൂടെ ഒരു 10 പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവൾ തിരിച്ച് ബോംബെയിലോട്ട് പോയി കേട്ടോ. അവളിപ്പോൾ ട്രെയിനിലായിരിക്കും. എന്നെ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ വീണ്ടും കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. പെട്ടെന്ന് കുറേ നാൾക്ക് ശേഷം ഒരു മാസം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയപ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമം തിരിച്ച് വീട്ടിൽ കയറി വന്നപ്പം. അപ്പോൾ അവൾക്ക് സ്കൂളിലോട്ട് ഇടാനും ചെരുപ്പും കാര്യങ്ങളും കുടയൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നേ. അതൊക്കെ മേടിക്കാനായിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ പരുമലിൽ തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മമ്മിക്ക് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സഹകരണ ബാങ്കിലൊക്കെ മമ്മിക്കൊന്ന് എന്തോ ചിട്ടിയുടെ കാര്യത്തിന് ഒപ്പിട്ട് കൊടുക്കാനൊക്കെ ഇറങ്ങണമായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഈ ഓട്ടോ യാത്ര ചെയ്യാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങത്തില്ല, അതിനകത്തിന് ഞാൻ ഇരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു മഴക്കോളും ആ ഒരു എന്താ പറയുക ആകാശത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഓട്ടോയിൽ കയറി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കും. മമ്മി അന്നേരം ഞാനിങ്ങനെ ആ അറ്റത്ത് കയറി ഇരിക്കും. അപ്പം മമ്മിയും ബാക്കിയുള്ളവരിങ്ങനെ ഇറങ്ങി സാധനമൊക്കെ മേടിക്കും. അപ്പോൾ ആദ്യമായിട്ടൊന്നും ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ബോധമില്ല. അങ്ങനെ നമ്മൾ മമ്മി ഇവിടെ നിന്ന് സൈനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പരുമലിലെത്തി. ഈ പരുമല കണ്ട് എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെ ഈ വെങ്കല പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, വിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു ഏരിയയാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത് പരുമല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളേ. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്നസിന് കൊടുത്തു വിടാനായിട്ട് ചിപ്സൊക്കെ മേടിക്കാനായിട്ടോ. ആ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചക്ക വറുത്തതും കൊള്ളി വറുത്തതും. അപ്പോൾ അങ്ങനെ അമ്മച്ചി ചിപ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചിപ്സ് മേടിക്കാനായിട്ട് എത്തി കേട്ടോ. അപ്പോഴും ഞാൻ ഓട്ടോയിലിരുന്നേ. എന്നിട്ട് ഞാൻ ആഗ്നസിനോട് പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുത്തുകൊണ്ട് തരാൻ. അപ്പോൾ ഇത് ആ കടയിൽ എന്തോ സാധനം മേടിക്കാമെന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരുടെ പുറകെ പോയി നിന്ന് വീഡിയോ എടുത്തപ്പോൾ അവരത് കണ്ട് ചിരിക്കുകയൊക്കെ കേട്ടോ. അപ്പോൾ അവർക്കത് ഭയങ്കര ചമ്മലായിപ്പോയി. എന്നിട്ട് ഓടി വന്ന് എൻ്റെ ഓട്ടോ കയറിയിട്ട് പറഞ്ഞു, കൊച്ചുമമ്മി ഞാനിനി വീഡിയോ എടുക്കുന്നില്ല, അവിടെ കുറേ അങ്കിളും ആൻറ്റിമാരൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഓട്ടോയിലിരുന്ന് ഞാനൊരു വീഡിയോ എടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് കേട്ടോ സ്ഥിരമായിട്ട് ചിപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കൊടുത്തു വിടാനും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ മമ്മി മേടിച്ച് കേട്ടോ. അപ്പോൾ ജോസങ്ങളിലൊരു ക്ഷമയില്ല. ജോസങ്ങൾ അങ്ങോട്ട് കടയിലോട്ട് കയറുമ്പോൾ തന്നെ വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അതാ കേട്ടോ അപ്പോൾ ജോസങ്ങൾ അങ്ങോട്ട് പോയത്. അങ്ങോട്ട് കൊണ്ടിറക്കുമ്പോൾ തന്നെ വാ എന്ന് പറഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ ആ ഓട്ടയിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ചെരുപ്പ് മേടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് മമ്മിക്കാണെങ്കിൽ കുന്തിരിക്ക മേടിക്കണമായിരുന്നേ, ലാലയമ്മച്ചിക്ക് കൊടുത്തു വിടാനായിട്ട്, ബോംബെയിലോട്ട് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ മമ്മി അവിടെ ഇറങ്ങി ഇങ്ങനെ അങ്ങാടിക്കടയിൽ നിന്നാണല്ലോ നമ്മൾ കുന്തിരിക്കയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ എത്ര വേണം, എത്ര രൂപയെന്നൊക്കെ കേട്ടോ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഓട്ടോയിൽ തന്നെ ഇരുന്ന് മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ ജോസങ്ങൾ കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ വേണമായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കിറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. കിറ്റിലിടാൻ പറ്റിയ പച്ചക്കറിയൊക്കെ കടയിൽ കുറവാണെന്ന് പറഞ്ഞു. പിന്നെ മമ്മി ജസ്റ്റ് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടോ എന്ന് നോക്കാൻ ഇറങ്ങിയപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയണം. കാരണം എനിക്ക് ഇതിനകത്ത് മൊത്തം ആഗ്നസ് ഉണ്ടല്ലോ വീഡിയോയിൽ. അപ്പം അവളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട്, ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചുമമ്മി ഞാനിപ്പം കോട്ടയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. അപ്പോൾ ഇനി 2-3 ദിവസത്തേക്ക് ഞാൻ ഭയങ്കര മൂഡൗട്ടായിരിക്കും. ഞാനെന്ന് മാത്രമല്ല ആദൂട്ടൻ പ്രത്യേകിച്ച്. കാരണം അവൻ ഇവിടെ കളിക്കാൻ അങ്ങനെ ആരുമില്ല. അവൾ ഭയങ്കര കൂട്ടായിരുന്നു ആഗ്നസ് ആദൂട്ടനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇവർ തമ്മിലൊരു നല്ല ബോണ്ടിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. രണ്ടുപേരും തമ്മിൽ കണ്ടാൽ ഭയങ്കര അടിയാവും. ഒരാൾ അങ്ങോട്ട് അടിക്കും, ഒരാൾ തിരിച്ചടിക്കും. പക്ഷേ അവരെ വേറെ ആരും പറയാൻ അവർ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ആദൂട്ടനെ എന്തെങ്കിലും പറഞ്ഞാൽ ആഗ്നസ് അവിടെ ചാടി വീഴും, ആഗ്നസിനെ എന്തെങ്കിലും പറഞ്ഞാൽ ആദൂട്ടൻ അവിടെ ചാടി വീഴും. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹം കേട്ടോ ഇവർ തമ്മിൽ. ആ ഒരു സ്നേഹം എന്ന് നിലനിൽക്കട്ടെ എന്ന് ഞങ്ങളിങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇവർക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ ആഗ്നസിന് ഇപ്പോൾ ബോംബെ ചെന്നാലും മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആദൂട്ടനാട്ടോ ചെരുപ്പ് നോക്കിയത്. ഇപ്പോൾ അവൻ ഇങ്ങനെ സ്ലിപ്പർ ഇട്ട് ശീലമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ക്രോക്സും അല്ലെങ്കിൽ ഇങ്ങനെ പുറകെ കെട്ടുള്ള വള്ളിയുള്ള ചെരുപ്പൊക്കെ വെച്ച് അവനെ കൂടുതൽ യൂസ് ചെയ്യിപ്പിക്കാറ്. അതുകൊണ്ട് അവൻ ഈ ചെരുപ്പിടാനും ഇട്ട് നടക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് ഇട്ട് ശീലിക്കണമല്ലോ, പെട്ടെന്നൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലൊക്കെ ഇതാണല്ലോ ഒന്നും കൂടെ എളുപ്പം. അപ്പോൾ അവനങ്ങോട്ട് കാല് കയറ്റുമ്പോൾ കാല് ചരിച്ചൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഈ ചെരുപ്പ് അങ്ങ് എടുക്കുകയും ചെയ്തു. അത് എടുക്കാൻ കാരണം ആ ഒരു എന്തോ കാർട്ടൂൺ ക്യാരക്ടറിലെ എന്തോ ഒരു പടമാണല്ലോ അതിനകത്ത്. പിള്ളേർക്കൊക്കെ അതൊക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആദ്യമായിട്ടൊരു ചെരുപ്പ് എടുത്തു, പിന്നെ ആഗ്നസിനും എടുത്തു. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കസിൻ ചേച്ചിക്ക് 2 പിള്ളേരുണ്ട് കേട്ടോ, ഇരട്ട, ഇതളൂട്ടിയും റേനുവിനും. അപ്പം ആദൂനപ്പം അവർക്ക് 2 പേർക്കും അവിടെ നിന്ന് ചെരുപ്പ് എടുക്കണം, റേനുവിനും ഇതളൂട്ടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിനി അവരെ കാണാൻ പോകുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആദൂരെ അവിടെ ആശ്വസിപ്പിച്ചത്. അവിടെ കിടന്ന് കരച്ചിലൊക്കെ ആയിരുന്നു ആദു.
അങ്ങനെ രണ്ടുപേർക്കും ചെരുപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയ ഓട്ടോ അങ്കിളിന് ഒരു ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഒരു കടയിലോട്ട് കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പം തിരിച്ചിറങ്ങുന്നു പറയും. അതുകൊണ്ട് എനിക്കും ചെരുപ്പ് മേടിക്കണം, പിള്ളേർക്കൊക്കെ കുറച്ച് നമുക്ക് നോക്കിയല്ലേ ചെരുപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പറയുന്ന സൈസ് കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു ചെരുപ്പടിയൊക്കെ കയറി നമുക്ക് പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് തന്നെ, ഇനി എവിടെ നിർത്തണ്ട, വേറെ വീട്ടിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു അങ്കിളിനോട്. കാരണം ചുമ്മാ നമ്മളിപ്പോൾ ഓട്ടോ വിളിക്കുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിർത്തി പോകാനും ക്ഷമയോടെ നിർത്തി നമുക്ക് ഓരോന്നും ചെയ്യാനും. കാരണം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ബസ്സിൽ കയറി പോകുന്നതിലൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആഗ്നസിന് ഈ 2 പേരെന്ന് പറഞ്ഞ ജീവനാട്ടോ, ഈ ടോഫിയും ഈ ഡോറയും. ടോഫി കിടക്കുന്ന കണ്ടോ ആഗ്നസിൻ്റെ കാലിൽ തലയൊക്കെ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ അവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആഗ്നസ് പോയപ്പം. ടോഫിയുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറയും കേട്ടോ. അവൻ ഭയങ്കര, ഈ ടോഫി എന്ന് പറയുന്നത് പഗ്ഗാണ് കേട്ടോ ഇപ്പുറത്ത് കിടക്കുന്ന ഡോറാമ ഷിറ്റ്സു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അവർക്ക് 2 പേർക്കും ഭയങ്കര വിഷമമായെന്ന് തോന്നുന്നു ആഗ്നസ് പോയപ്പം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി മന്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. പൊറോട്ട അങ്ങനെ ആദൂട്ടിന് എപ്പോഴും കൊടുക്കാറില്ല, അത് എല്ലാവർക്കുമായിട്ട് വീട്ടിലന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ അവന് പൊറോട്ട മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും എന്താ പറയുന്നത് മന്തിയും ഒരാൾ പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും